ആ വരിക കുട്ടിക്കാരിയാ അസ്സലാമലൈക്കും. ഇന്നിപ്പോ അഡ്മിറ്റ് ആയിട്ട് നേരത്തോട് നേരാവാനായി. ഇനിയിപ്പോ എന്താ പല്ലൂര് വെച്ചാല് ഇപ്പൊ അവിടുന്ന് വിളിച്ചത് കുട്ടീൻ്റെ അടുത്ത് ചെല്ലാൻ പറഞ്ഞേ. ഡിസ്ചാർജ് ആവുന്നു പറഞ്ഞു. 2 മണിക്ക് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞങ്ങനെ. ഇനി ഒന്നും പാടെ കുത്തണം. ഒരു വട്ടം കുത്തി ഇനി ഒന്നും കുത്തണം. ടൈം അറിയണ 12:30 ആയിട്ടോ. 12:30. ഇനിയിപ്പോ ഞാൻ ഞങ്ങളിനി ഞാൻ പോയി ചോറ് അങ്ങോട്ടോ തപ്പി നടക്കണം. അജ്ജറിയില്ല. പോയൊക്കെ പോയി ചോറുണ്ട്. ഞാൻ ഒറ്റക്ക് പോയ വാലും കൂടി തന്നെ വരിക. അപ്പൊ അനോലും ഹോട്ടലിനോട് വിളിച്ച പോലെ കുടുംബശ്രീ ഹോട്ടലുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് വെച്ചാൽ പോലീസ് സ്റ്റേഷന്റെ അവിടെ അടക്കല. അപ്പൊ ഞാൻ അതൊക്കെ തപ്പിട്ടിട്ട് വളരെ പോകാറ് വിളിച്ചിരുന്നു. എന്നെ കാണാതായ ഞാൻ തപ്പി വരണാവും. എവിടെ പോയും പറ്ററിയില്ല. അതാണ് മെയിൻ പ്രശ്നം. അങ്ങനെ നമ്മളിപ്പോ ചോറും കാര്യമൊക്കെ വാങ്ങി വന്ന് ഇതാ അന്നെ വിളിച്ചിട്ടുണ്ട് കുട്ടീൻ്റെ അടുത്ത്. ഹലോ ആ സാറിനെ കണ്ടു. ആ വരിക കുട്ടിക്കാരിയാ കുട്ടിന്റെ പരിപാടി അതന്നെ. നമ്മളെ കുട്ടിക്കാരിയുണ്ട് പോയൊക്കെ. ഇപ്പൊ ഞാൻ റൂമിൽ പോയി അവിടെ ചോറുന്നാണ്. ഓനോട് സഹകരിച്ചില്ല. ഞാൻ പോന്നാ കാര്യം അതാണ് പറയുന്നത്. ഞാൻ കൈ കിട്ടപ്പോ ഉറങ്ങാണ്. അപ്പൊ പാൽ കുടിച്ചാലൊരു ടൈം ഓനും കിട്ടണില്ല. NICന്റെ ഉള്ളിലൊക്കെ കിടക്കാനൊന്നും നേരം കിട്ടണില്ല. അപ്പൊ ഏതായാലും 2 മണിയാകുമ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യും. 3 മണിയാകുമ്പോൾ റിപ്പോർട്ട് കിട്ടും, റിസൾട്ട് കിട്ടും. അപ്പൊ നമുക്ക് നെഗറ്റീവ് ആണെങ്കിൽ അല്ല കുറവാണെങ്കിൽ പോകാം. എന്നാ ഞാൻ ചെല്ലുന്ന കാര്യം. അങ്ങനെ ഓള് നെയിലൊക്കെ തെണ്ടി കൊടുന്നിട്ട് ചോറ് ഇവിടെ അടുത്ത് ചോറൊന്നുമില്ല. ഞങ്ങൾ പോലീസ് സ്റ്റേഷന്റെ അവിടെ പോയി ചോറൊക്കെ വാങ്ങി പൈസ കഴിഞ്ഞേക്കിന് രസമുണ്ടോ കറിയൊന്നും അറിയില്ല. അല്ല നമ്മക്ക് അങ്ങനത്തെ കറിയാളും ഇതൊക്കെ മതി. നല്ലോ പൈസ കിട്ടിയാലും പിന്നെ രസമല്ല. ആ പൊതി ഉണ്ടല്ലേ, പ്ലേറ്റിന്റെ ആവശ്യമില്ല. പൊതി പറഞ്ഞ എന്തൊക്കെയുണ്ട് കൂട്ടാനാകട്ടെ. അപ്പളല്ലേ അയക്ക് വിളിച്ചത്. അതാ ചൊറാളൊക്കെ കഴിഞ്ഞ് അയച്ചോക്കട്ടേന്നോ. അതിലെന്തൊക്കെയോ ഞാൻ തിന്നുന്ന 2 മണിക്ക് വന്ന് ടെസ്റ്റ് ചെയ്ത് അച്ചാറുണ്ട്. ഉപ്പേരി ഉണ്ടാവും. എന്തൊരു ക്യാബേജ് ഇവരുടെ ബസ്സിലാവുമല്ലോ. അപ്പൊ എനിക്ക് തന്നിട്ട് ഹിന്ദി എന്തൊക്കെ കൂട്ടാണ്ടൊക്കെ. ചമ്മന്തി കാന്താരി ചമ്മന്തി. ആണോ? കാന്താരി ചമ്മന്തി അല്ല തക്കാളി കൂട്ടാൻ. ഇതെന്താ ഇത്? നാരങ്ങച്ചാർ. ഇതെന്താ? ഒന്നുമില്ല. കൂട്ടാ പൈസ കറി ഉണ്ടല്ലോ. മമ്പയർ അറിയാത്ത കാര്യമാണ്. പായസമുണ്ട്. അതേപോലെ ഇതെന്ത് കറിയാ? മുരിങ്ങന്റെ ഇല ഇട്ടൊരു കറിയോ? പിന്നെ അത്രയും കരിയേപ്പിന്റെ ഇല. എന്താ ഈ കറി മാത്രമുള്ള കരിയേപ്പിന്റെ ഇല? ഇത് അതേപോലെ മീൻകറിയോ സാമ്പാറാണോ? സാമ്പാർ മീൻകറി നമ്പൂപ്പി കണ്ടിട്ടില്ല. ഒരു പൊതിക്ക് എത്ര? 50 റുപ്യേ? 50 റുപ്യക്ക് ഹോട്ടലിനോട് ഞാൻ കുടുംബശ്രീ ഹോട്ടലിൽ എവിടെ വെച്ചപ്പോ അമൃതീക്ക് പോകാൻ പറഞ്ഞു. കലാസാഗരേക്ക് ആകെ കണ്ടുപിടിച്ചപ്പത്തിന് വണ്ടിയില്ല. കലാസാഗരം കലാസാഗറിൽ തിങ്ങണ്ടാല നമ്മളത് കുണ്ടപാത്രല്ലേ, അയക്ക് ഇങ്ങനെ പൊട്ടിച്ച് വെക്കാം. അല്ലെങ്കിൽ ആകെ പണിയോ. അതിനെ മുരിങ്ങന്റെ ഇല കാകണില്ല. നല്ല രസമുള്ള മണം. മറ്റേ പരിപ്പും മുരിങ്ങന്റെ ഇലയും വെക്കൂലേ? ആണ് ചക്കക്കുരു. ചക്കക്കുരു ഇപ്പൊ ചക്കല്ലാത്ത കാലത്ത് ഇടുന്ന ചക്കക്കുരു. ഇതൊക്കെ എന്താ? ഇത് ഇങ്ങനെ സാധനല്ലേ? ചീരത്തണ്ട്. ചീരത്തണ്ട് എവിടെ? ചീരത്തണ്ട്. ചേമ്പും തണ്ടോ? ചീരത്തണ്ട്. ചീരല്ലേ? ചെറുതാക്കി അരിയൂല. കറി വെച്ചത് ഇതൊക്കെ തുറന്ന എല്ലാ കറിയും തുറക്കും. തുറന്നക്ക് നേരെ എത്ര വഹിക്കണം. ഒരു കൂട്ടര് പായസമാണല്ലോ. പായസം പാർക്കണ്ട. ഒരു കൂട്ടര് പ്രസവിച്ചിട്ടോ അതിന്റെ കുട്ടിന്റെ അച്ഛക്കാരി അത് കണ്ടിട്ട് അതവിടെ പോകാതെ അവിടെ പുറത്തുനിന്ന് ആ ചേച്ചിനോട് ഞാൻ വന്നപ്പോ തൊട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു. അതിന്റെ മാപ്പിളെ
അപ്പൊ കുട്ടി വന്നു. അപ്പൊ ചോല കുട്ടിനെ കണ്ടിട്ട് പോകല് ഞാൻ അവളെ കുത്തിരുന്നു. അതില് കുത്തിരുന്നില്ല. ആ കാക്ക കുട്ടിനെ കിട്ടിയത് കോളമയത്തിൽ കഴിഞ്ഞു കരിയ സങ്കടം കൊണ്ട്. പെൺകുട്ടിയാണ് ആദ്യത്തെ കുട്ടിയാ. അതുകൊണ്ട് ഈ ഐസിയില് കൊണ്ടുപോയി NIC കൊണ്ട് നിക്കണ ആ കുട്ടീനെ. ഇത് അടുത്ത മാസം ഡേറ്റ് ആണല്ലേ. എല്ലാരും ഇപ്പൊ 4 മാസം എല്ലാരും കുഴപ്പാ പറഞ്ഞു കുറച്ച് ഇത് കസകടി ഇതെങ്ങനെ വെച്ചതാ. പറഞ്ഞ മതി. ചീരന്റെ തണ്ടും ചീരന്റെ ഇലയിട്ട് ഒരു കറി തേങ്ങരച്ച് സാമ്പാർ ഹിന്ദുക്കളെ സാമ്പാർ അല്ല. അവൻ പറഞ്ഞതിക്ക് ഞാൻ പാർന്നിക്കണെങ്കിൽ അർപ്പം ചെയ്തു. എല്ലാ കറി ഒരുമിച്ചുണ്ട് പാര്യ. പപ്പടം പപ്പടം അകത്തോയി. ഇനി ഇങ്ങനെ വെക്കുന്ന ഒരു കുറച്ച് പപ്പടം എടുക്കുക. ചീരക്കറി കുറച്ചെടുക്കുക. സാമ്പാർ കുറച്ചെടുക്കുക. ചാറുവല്ലേ നാരങ്ങ നെല്ലിക്ക. ഞങ്ങൾ പറയുന്ന ഒന്നല്ല, ഒക്കെ നല്ല തിരിഞ്ഞാണ്. ഞങ്ങൾക്ക് ഇഷ്ടാട്ടോ ഇങ്ങനത്തെ കറികളെ കൂട്ടി ചോറും. കഴിച്ചിട്ടേ പെരും മമ്പയറുപ്പേരി ഒക്കെ ഉണ്ട്. മമ്പയറുപ്പേരി അറിയാതെ ചാടിയതാണോ? 2 ഉള്ളൂ. 2 അതന്നെ ഉള്ളൂ. അല്ല എനിക്ക് കൊറേ തരൂലേ. ഇതെന്താ തക്കാളി വെച്ചോണ്ട തക്കാളി അരച്ചു. അപ്പൊ ഇനി ചോന്നല്ലേ. ചോറുമ്പോ കഴിച്ചിട്ടേ നല്ലത് വേണം. ചോറൊക്കെ അത്യാവശ്യമുണ്ട്. 50 ഉറുപ്പിന് പിന്നെ അത് ചോറിലായി. ഞെട്ടി പോലത്തെ ഉണ്ടല്ലേ കുടുംബശ്രീ 30. നല്ല രസം. മീൻ കറി സാമ്പാർ അതൊക്കെ ലാഭം. ഇന്നത്തെ അച്ചാറുണ്ടായിനല്ലോ. ജോട്ടിക്കോ ഞങ്ങള് ഇനി ചോറും അങ്ങനെ കാത്തുനിന്ന് ഇന്നലെ നമ്മളെത്തുന്ന 2:30-3 മണിയപ്പോ നമ്മൾ ചെങ്ങായിനെ കൊണ്ടുപോയതാണ്. കിട്ടിട്ടോ. ഒരു 24 മണിക്കൂറിന് ശേഷം നമ്മള് കയ്യിൽ കിട്ടി. അപ്പൊ ഇത് കാര്യമൊക്കെ ശരിയാക്കി. ഒരു കുപ്പായം ഇത് ഇന്നലെ കൊടുത്ത കുപ്പായിനി. ഇനി കുപ്പായവും ടർക്കിയും പാമ്പീസും കാര്യമൊക്കെ ഇട്ട് ബില്ലൊന്നും ഓൾക്ക് സെറ്റാക്കാണ്ട് അല്ലേ NIC. പിന്നെ ഇതെന്ന് പറഞ്ഞാല് ഇന്നലെ ഞങ്ങൾ ഓനെ NICയിലാക്കിയപ്പോ ഇവിടെ ഒരു പെണ്ണ് പ്രസവിച്ചാൽ വന്നീനി. പിന്നെ ഓലോട് കഥയൊക്കെ പറഞ്ഞു ഓല ആശ്വസിപ്പിച്ച് അതിനെ ഓല ഇറങ്ങാറാവണ്ട ഒക്കെ ശരിയാവും അങ്ങനെ ആ പെണ്ണ് ഞങ്ങള് 2 മണിക്കൊക്കെ ആ പെണ്ണിന്റെ വേദനയും കണ്ട് കുത്തിരിക്കാണ്. അപ്പൊ ഞങ്ങളെ കണ്ടപ്പോ മണ്ടി കൊണ്ടുവന്ന മുട്ടായി കേട്ടോ. ആ താത്താക്ക് പെൺകുട്ടി ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി. മാഷാ അല്ലാ. അപ്പൊ നമ്മളിഞ്ഞി ഇവിടുന്ന് തടിയപ്പാണ്. വേഗം പോട്ടെ പെരിയ പോട്ടെ. ആതുണ്ട് ഓളെ 2 കുട്ടികളുണ്ട്. 2 എന്നാലും വലിയ പറയൊന്നുമില്ല 2 ആയതുകൊണ്ട് അല്ലേ. ഒരു ദിവസം ആയതുകൊണ്ടാണേ. ഇപ്പം 16 കൗണ്ട്. ഇപ്പൊ 10 ഞാൻ പോയി നോക്കി. ഇപ്പൊ ആള് കളർ വെച്ചു. മഞ്ഞ പോയിട്ട് കളർ വെച്ചു. അപ്പൊ ഇനി ബെഡും കാര്യമൊക്കെ തട്ടി കൊട്ടി ടർക്കിക്ക് വിരിച്ച് മുസാറാകട്ടെ. ഞാനോടൊരു കുട്ടിക്ക് കുപ്പായ എടുക്കാൻ പറഞ്ഞപ്പോ ഇത് മറ്റേ ചതിക്കാത്ത ചന്തൂല് ജയസൂര്യ മാതിരി ഇതിട്ട് കഴിഞ്ഞാല് പാമ്പേസും വേണ്ട ഒന്നും വേണ്ട. കുപ്പായാണ് ആക്കത് ഉള്ളാണ് അല്ലേ. പെൺകുട്ടികള് മിടിയിട്ട മാതിരി ഇല്ലേ. അപ്പൊ ഇനി ഓനേതായാലും ടർക്കിയിലൊക്കെ പൊതിയട്ടെ. ചെങ്ങായിനെ പെട്ടിയിലൊക്കെ ആക്കി. ഇനി ഓന്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പേക്കാക്കട്ടെ. ബില്ലാക്കാൻ പോണ്ടേ. ബില്ലോലാക്കി ഒക്കെ ആവുമ്പോത്തിന് നേരമാകും പറഞ്ഞു. അതെനിക്കൂടെ ആന്ന് തോന്നുന്നുണ്ട് പറച്ചില് കേട്ടിട്ട് അല്ലേ. ആ ചെങ്ങായിനെ ഇവിടെ കടത്തിയേക്കണേ. ഇവിടെ കിടക്കണ്ട്. എന്താ അറിയതോ ഒരാള് ചൊറക്കോക്കിക്കാണ്. എന്തേ ഇന്നിക്കുട്ടിയില്ല. അതിന്റെ അങ്ങനെ ഉണ്ടേനി എങ്ങനെ ഉണ്ടായിനി ഇന്നിക്കുട്ടിയില്ല. അതിന്റെ നോക്കാൻ പറ്റാ. ഓ ഇങ്ങളെ കൊണ്ടേക്കണെങ്കിൽ എന്താ കുട്ടീനെ കൊണ്ട് ഒരു മൂലൊക്കെ അച്ഛങ്ങനെ കേക്കുക കണ്ടിട്ട് ഓളും ചേറും. കൊണ്ടിട്ട് നമുക്ക് ഇടക്കിടക്ക് പോകാലോ. ഇടക്കിടക്ക് ഓക്ക് കാണാം. ഐസിയിൽ കൊണ്ടിട്ട് ഇവന്റെ കാര്യം ആലോചിച്ചപ്പോഴും ചെറിയ ഇവന് പിന്നെ വലിയ കുഴപ്പമില്ലല്ലോ. ഇതിനെ കൊണ്ടുവന്ന കാണുമ്പോത്തിന് നമുക്ക് ഇടങ്ങാണ്. പോയിട്ട് വേണം ഒന്ന് ഉറങ്ങാന്.
1 മണിക്ക് 2 മണിക്കൊക്കെ കണ്ണ് ഇങ്ങനെയാണ്. പിന്നെ പ്രസവിച്ചണ പോലെ പോയി കാവിലെത്തിരിക്കോ. അവിടെ നമ്മളത് കൊറേ പ്രസവിച്ചാൽ ഓള അതിന്റെ ഉള്ളിലല്ലേ സാല. ആ പ്രസവിച്ചാ കൊറേ കുളിച്ചിട്ടൊന്നുമില്ലേ? കുളിച്ചാ പോയി കാടി പിന്നെ കുട്ടിനെ ഡോക്ടർ തൊടരുത് പോയി കുളിച്ച കാണായിട്ട് എങ്ങനെ ഉണ്ടേനി നീ കുട്ടിനെ? കൊഴപ്പൊന്നുമില്ല ഇനില്ലേ? പിതാനെ പിതാനെ ചൂട് തട്ടി ഉറങ്ങിക്കോട്ടെ. നാളെ വെയിലൊളിച്ച നല്ലോണം പാലൊടുക്കുക. വെയിലൊളിച്ച പാലൊടുക്കുക. വെയിലൊളിച്ച സിപ്നാണ് ഞാൻ തന്നെ കൊണ്ടുപോയി കുറച്ച് വെയിലൊളിച്ചോട്ടെ. ഉച്ച വരെ വെയിലൊളിച്ചോട്ടെ. വില്ലയിക്കണ അവിടെ വിചാരിച്ചാ ഇന്നലെ ചിരിച്ചും കളിച്ചു പോയതല്ലേ. ഇങ്ങനെ ആവുന്ന ഞാൻ വിചാരിച്ചിട്ടില്ല. 14 ഉണ്ടാവും വിചാരിച്ചു. ഇനി മൂത്ത കൂടെ മഞ്ഞ ബോർഡ് 15 വരെ. ആ മഞ്ഞപ്പിത്തേ ഇതുണ്ടോ യൂട്യൂബ് തോലെ ഫിദാന്റെ കണ്ടോളിട്ടോ. മേ കുട്ടിണ്ട്. അങ്ങനെ നമ്മൾ ആശുപത്രിയിൽ നിന്ന് കാര്യമൊക്കെ എത്തി. ഇപ്പൊ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞാൻ പോകാൻ നിക്കണേ. ഉപ്പർക്ക് പോകാൻ നിക്കണേ. ചെറിയപ്പ അവിടെ നിക്കണം. അമ്മ അവിടെ ഉണ്ട്. അവിടെ ഉണ്ട്. നമ്മുടെ ചെങ്ങായി ഇവിടെ ഉണ്ട്. ചെങ്ങായി ഇവിടെ ഇതാക്കണ പഠിച്ചോനെ. ഇതെന്താ ചാകരെ. ഓയ് ഓയ് എന്തൊക്കെ അതിന് മണി നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി പാറി എത്തിക്കണം. എന്തേ പോക ഒന്നുമില്ലല്ലോ. രക്തക്കുറവുണ്ടാവില്ലേ? ഒക്കെ ഉണ്ട്. ഉണ്ടോ? വേറെന്തോ പ്രശ്നമാണ്. മാനസികമായ ഉണ്ടോ? ചെറിയപ്പന് ഒരിടക്ക് തലർക്കാണ്. നാളെ ഡോക്ടർ ഗുളിക കൊടുത്തിട്ട് വേഗിന്റെ അടിയിൽ എപ്പോഴും പൂത്തി വെച്ചേക്കണം. അപ്പൊ കുട്ടീനായിട്ട് പോയ പാടല്ലേ? പ്രഷറുണ്ടോ? പ്രഷറൊക്കെ ഓക്കെയാണ്. ഷിഫിന് എന്താ പാട് പെരിയിലെത്തിയിട്ട്? അപ്പൊ നമ്മള് ഒരു ദിവസം കൊണ്ട് ആകൂല്ലേന്നൊരു ടെൻഷൻ ഒരു ദിവസം കറന്ന് പൂതി മാറിയാണ് പോന്നു അല്ലേ? ഇനി പോവാക്കട്ടെ. അജ്ജ ഒരു ദിവസം അവിടെ പറഞ്ഞിട്ട് കാര്യമല്ല. ഭയങ്കര നയിപ്പ. പെരും തണുപ്പ്. 5 മണിക്ക് ഞങ്ങൾ അങ്ങോട്ട് ഇറക്കൽ പോയപ്പോ തന്നെ പെരും തണുപ്പ്. ₹10 മഞ്ഞ ബൾബ് അങ്ങനെ തൂക്കിണ്ടേ. അല്ലെങ്കിൽ ആ ഓർഡർ മട്ടാതിയടി. ഋതുവിന് വല ഓട്ട കീറി നമ്മള് കറക്കണീന്റെ അടുത്ത് ഇവിടെ തൂക്കിട്ടുണ്ട്. അതിന്റെ ഒപ്പം ഞങ്ങള് തലങ്ങും വിലങ്ങും ഞാന് ഹോള് സീനും ഉണ്ടായിരുന്നു. ഷഫീഖ് നിലത്ത് അല്ലാതെ കടന്ന ചൂട് കൊണ്ട് വലി ഇട്ടാണ്ട് അങ്ങനെ കടന്നു. അന്നത്തെ അവസ്ഥയിൽ ആർക്കും ഫാന് കിട്ടിയിട്ടില്ലെങ്കിലും പറ്റൂല. ഈ ഒരു സാധനത്തിനും വേണ്ടിയത് ടോന് ഫ്രീ ഫയർ കളിച്ചോ? സൂപ്പർ മാർക്കറ്റിന്റെ പരസ്യം. ആ അതിപ്പോ അതല്ലാതെ ആണ്ടോ സോപ്പ് പതണ്ട്. പിന്നെ ഇത് പതാന്ന് പറ കല്ലിട്ടാതിരി നമുക്ക് സുഖം പതല്ലായിട്ട് ചളിയോണ്. ഞാൻ അത് വാങ്ങലില്ല. റോസ് ബേക്ക വാങ്ങല്. നമ്മള് വാങ്ങിക്കൊണ്ടേ കൊടുത്തപ്പോ ഇത് പറ്റൂല. ഉജാലിന്റെ വാങ്ങിക്കൊണ്ടുപോകാ. ഞാനോ ഇങ്ങനെ പറഞ്ഞാ പോലെ പതല്ലെങ്കിൽ എന്താ കൊടുത്താ പോലെ പതന്നെ വേണം. ഒരു ചണ്ടി എടുക്ക ഇങ്ങനെ ഞാൻ കഥ കാട്ടിരുന്ന ആദ്യം എത്തിങ്ങാനല്ലേ അടുത്ത കൊണ്ടാക്കാൻ ടൈം പോ നീച്ചോട്ടെ. പിതാനെ എന്താ ഇണ്ണിക്കുട്ടീനെ കിട്ടിയിട്ട് പറയല്ലേ? അന്റെ ഇണ്ണിക്കുട്ടി ആശുപത്രിയിലായിട്ട് കൊറേ ആൾക്കാരെ പ്രാർത്ഥിച്ചിരിക്കണം. എല്ലാരോടും
ഇത് പറഞ്ഞ താങ്ക് യു പറഞ്ഞ ഇതാണേ വീഡിയോ എടുക്കണുണ്ട് അപ്പൊ തുടങ്ങുന്നു. കുറവ് ഭയങ്കര കുറവാട്ടോ. അറിയോ അന്റെ എണ്ണിക്കുട്ടിക്കൊക്കെ വേണ്ടി എല്ലാരും പ്രാർത്ഥിച്ചിരിക്കണം. എന്താ പറയാല്ലേ? താങ്ക് യു. അനക്കെന്താ പറയാല്ലേ? താങ്ക് യു. പിതാനും പാട് പറയും. നോക്കെ ആ കുട്ടി മുണ്ടാത്ത കുട്ടിയാണ് അറിയാം എല്ലാരും പറയും. ഇത് എഡിറ്റ് ആക്കി ഇടും, ഞമ്മള് എഡിറ്റ് ആക്കി ഇടും. പറയും ഞങ്ങളെ ടോങ്ക് ഒന്നൊന്നര പറയിട്ടോ, അല്ലെങ്കിൽ എല്ലാരും കളിയാക്കും പിതാനെ തന്നെ. ഒരു വീഡിയോക്ക് വരുന്ന ഇഷ്ടല്ല, സത്യം മുണ്ടൂല. ഉണ്ടൂല. ഞാൻ എടുത്താൽ തന്നെ കടന്ന് പരക്കം പറയും. എന്നിട്ട് എന്നോട് എന്തേലൊക്കെ പറയും. പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോ കട്ടാക്കല. അങ്ങനെ ഞമ്മക്ക് ഇന്നൊരു ഗിഫ്റ്റും പാടെ കിട്ടിയേക്കണേ അല്ലേ? താത്താനെ ആൾക്കാര് കാണാൻ വരില്ല. എത്രാമത്തെ വെട്ടിന്? 10ാമത്തെ 5ാമത്തെ. ബുക്ക് വാങ്ങിക്കോ, തിരിച്ചു കൊടുക്കേണ്ടി വരും. അപ്പൊ നമ്മള് വ്ളോഗ് അതിന്റെ പാക്കുക അതിന്റെ പകലേ അപ്പൊ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞങ്ങള് എന്താ പറയാ, നമ്മളിപ്പോ പെരിയിലെത്തി, കുഴപ്പമൊന്നുമില്ല. നമ്മളെ ചെങ്ങായിന്റെ കുഞ്ഞിക്കാലാട്ടത് കുഴപ്പമൊന്നുമില്ല, ഉഷാറായി. ഒരു ദിവസം ഇട്ടിട്ടുള്ളൂ. അപ്പൊ ഇനി 3-4 ദിവസം കഴിഞ്ഞിട്ട് ചെല്ലാ പറഞ്ഞേക്കണ്. അതൊന്ന് ചെക്ക് ചെയ്യാനല്ലാത്ത കുഴപ്പമൊന്നുമില്ല. അപ്പൊ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് തന്നെ മാറി. കൊറേ ആൾക്കാരെ ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചിക്കണ്. ഇന്നത്തെ വീഡിയോയിലൊക്കെ ഇപ്പാക്കട്ടോ മെസ്സേജും കൊറേ വരുന്നുണ്ട്. ഇപ്പൊ അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ ഇപ്പാക്കും വേണ്ടി കൊറേ എത്രയോ ആൾക്കാര് പ്രാർത്ഥനക്ക് കണക്കില്ല. അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടേക്കോ ഇങ്ങോട്ട് കൊണ്ടേക്കോ പറഞ്ഞ് കൊറേ കമന്റ് ഉണ്ട്. കൊറേ ആൾക്കാര് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാരോടും ഞങ്ങൾക്ക് നന്ദിയുണ്ട്. ല്ലേ? എന്താ പറയാ, അവസ്ഥ അടങ്ങി നിക്കാത്തോണ്ടാണ് ഇപ്പൊ വിളിക്കുന്നത്. അപ്പൊ ഭയങ്കര ഇടങ്ങാറാണ്. ഇപ്പൊ വേദന കൊണ്ട് കിടക്കാണ്. കടലൊക്കെ നീര് വെച്ചിരിക്കണ, തലന്റെ ഭാഗം നല്ല വേദന. ഉമ്മാക്ക് പല സുഖിക്കാണ്. നിങ്ങള് പോയിട്ട് വേണം ഇങ്ങോട്ട് വരാനേ. അല്ല ഞാൻ പറയാ നിക്കാനേ. ചെറിയ പൂനമ്മ നിക്കാൻ പോയിക്കോ പറഞ്ഞാണ്. സത്യോ? എന്റെ അമ്മായിമില്ലാതെ വലിയൊരു അമ്മായിമ്മയാണ്. ആക്കുണ്ട്. അതിന് ഓന്നിട്ട് പകല് ഓന്നിട്ട് കുഴപ്പമില്ല. എന്റെ ഒന്നാളെ ദിവസം എന്തോ എന്താ കുറച്ചിട്ടേന് കരഞ്ഞീനു. അല്ലാതെ പിന്നെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ അപ്പൊ ഞങ്ങള് വൈൻഡപ്പ് ആക്കുകയാണ്. അപ്പൊ ഇനി അടുത്ത വീഡിയോയില് കാണാം. എല്ലാവർക്കും ഓയ് എല്ലാരും സലാം അറിയോ? ഇതിനാ സലാം പറഞ്ഞ ഇനിയിപ്പോ ഇതാണേ നമ്മളെ യൂട്യൂബിന്റെ ഇതിക്കൊല്ലോ വേറെ ഓന് എതിർപ്പശ തോന്നുന്നുണ്ട്. എതിർപ്പശാണ് തോന്നുന്നുണ്ട്. അപ്പൊ എല്ലാരോടും അസ്സലാമു അലൈക്കും.